സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നിരീക്ഷണ സംഘങ്ങൾ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് 58 കോടി അനധികൃത പണം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും വൻതോതിൽ പണം പിടിച്ചെടുത്തതായാണ് റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാപകമായി അനധികൃത പണമിടപാടുകൾ നടക്കുന്നുവെന്ന സംശയം ഇതോടെ കൂടുതൽ ശക്തമാവുകയാണ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നിരീക്ഷണ സംഘങ്ങൾ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 58 കോടി രൂപയുടെ അനധികൃത പണം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും വൻതോതിൽ പണം പിടിച്ചെടുത്തതായാണ് റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാപകമായി അനധികൃത പണമിടപാടുകൾ നടക്കുന്നുവെന്ന സംശയം ഇതോടെ കൂടുതൽ ശക്തമാവുകയാണ്. പാലക്കാട്, തൃശൂർ മണ്ഡലങ്ങളിലുൾപ്പെടെ പണവും സാരിയും ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്തെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മാതൃക കേരളത്തിലും പരീക്ഷിക്കാനുള്ള ശ്രമമാണിതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് അനുവദനീയമായ ചെലവ് പരമാവധി 40 ലക്ഷം രൂപ മാത്രമാണ്. വാഹനങ്ങൾ, പ്രചരണ സാമഗ്രികൾ തുടങ്ങിയ ഔദ്യോഗിക ചെലവുകൾക്കായുള്ള പരിധിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ 2 മുതൽ 3 കോടി രൂപ വരെ ചെലവഴിക്കുന്നുണ്ടെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം സംസ്ഥാന തലത്തിൽ പരിശോധന ശക്തമാക്കിയതിലൂടെ അനധികൃത പണത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്ത.